എൻ്റെ പേര് പി വി സുധീർ. ഞാനിപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നത്. കോഴിക്കോട് സിറ്റിയിൽ CC ഓട്ടോ ആണ്. അപ്പോൾ ഞാൻ അറിയുന്നത് ഈ തിരക്ക് കാരണം കൊണ്ട് റോഡിൽ വന്ന് വാഹനങ്ങൾ, വലിയ വണ്ടികൾ, ഒരാൾക്കൊക്കെ വേണ്ടിയിട്ട് വലിയ വണ്ടികൾ, വലിയ കാറുകളൊക്കെ ഉപയോഗിക്കുന്ന തിരക്ക് കാരണം കൊണ്ട് കോഴിക്കോട് സിറ്റിയിലുള്ള എല്ലാ റോഡുകളും ബ്ലോക്കാണ്. ഇത് നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എന്താ പറയുക, ഒരാൾക്കും രണ്ടാൾക്കും വേണ്ടി ഇത്രയും വലിയ വാഹനങ്ങൾ ഉപയോഗിക്കരുതെന്ന്. പക്ഷേ ആരും അത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ LDF ഗവൺമെൻറ്റിലുള്ള മന്ത്രി ഗണേഷ് കുമാർ സാറിൻ്റെ അഭ്യർത്ഥന കാരണം കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഇതിൽ ഊന്നലായിട്ട് പറയാനുള്ളത്, ഒന്ന് ബൈക്ക് യാത്രക്കാർ റോഡിലുണ്ടാക്കുന്ന ബ്ലോക്ക്, ഒരു വണ്ടി വന്ന് നിർത്തിക്കഴിഞ്ഞാൽ, മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ അതിനുള്ളിലേക്ക് തിരികെ കയറ്റുകയാണ് ബൈക്ക് യാത്രക്കാർ. തിരികെ കയറ്റിയിട്ട് എന്ത് ചെയ്യാണ്, അവർക്ക് പിന്നോട്ട് പോകാനുള്ള റിവേഴ്സ് ഗിയർ ഇല്ലാത്തത് കാരണം കൊണ്ട് അവർക്ക് പിന്നോട്ട് എടുക്കാനും കഴിയില്ല. ആ ബ്ലോക്ക് ദൈർഘ്യമായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടാകുന്നത്. രണ്ട്, നമ്മുടെ കാൽനട യാത്രക്കാരെന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ, കാൽനട യാത്രക്കാരെ പറ്റി പറയുന്നത്, രാത്രി കാലത്ത് ഉറക്കമൊക്കെ ഒഴിഞ്ഞിട്ട് വണ്ടികൾ ഓടിക്കുന്ന ആളുകൾ, ഡ്രൈവർമാർ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടായിട്ടാണ് അവർ ആ വണ്ടി എങ്ങനെയെങ്കിലും എത്തിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു അവസ്ഥയിൽ പുലർച്ചെ 3 മണി 4 മണി സമയത്ത് എന്ത് ചെയ്യും, എതിരെ വരുന്ന വാഹനങ്ങൾ കണ്ണിലേക്ക് ലൈറ്റ് അടിച്ചിട്ട് ഒന്ന് ഡിമ്മടിച്ച്, അവർക്കെന്തോ ഒരു ആഘോഷം പോലെയാണ്. ബ്രൈറ്റ് ലൈറ്റിൽ മാത്രമാണ് യാത്ര ചെയ്യുക. പിന്നെ നമ്മൾ എത്ര ഡിമ്മടിച്ച് നമ്മൾ കൊടുത്താലും എന്ത് ചെയ്യില്ല, അവർ ഡിമ്മടിക്കാൻ തയ്യാറാവും. ആ അവസ്ഥ ഒക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മുടെ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാൽനട യാത്രക്കാർ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം എക്സസൈസ് എന്നുള്ള രൂപേണ പുലർച്ചെ 4 മണിക്ക് ഇറങ്ങുകയാണ് യാത്രക്കാർ. ആ യാത്രക്കാരെന്ത് ചെയ്യുന്നു, റോഡിൻ്റെ ഇടതുഭാഗം ചേർന്നാണ് നടക്കുന്നത്. നമ്മൾ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ട് വലതുഭാഗം ചേർന്ന് നടക്കണമെന്ന്. പക്ഷെ അതൊട്ടും മര്യാദയില്ലാത്ത രീതിയിൽ അവരെന്ത് ചെയ്യും, പറഞ്ഞാൽ പോലും ഒരുപാട് ആളുകളോട് ഞാൻ പറയുന്നതാണ്, ഇടതുഭാഗം ചേർന്ന് നടക്കാതെ വലതുഭാഗം ചേർന്ന് നടന്ന വാഹനം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരത് ഒട്ടും അനുസരിക്കാത്ത രീതിയിലാണ് അവർ നടക്കുന്നത്. എങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു നേരൊരു ലൈനായിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. പക്ഷെ അങ്ങനെയല്ല അവർ ചെയ്യുന്നത്. അവർ റോഡിൻ്റെ ഇടതുഭാഗം നടക്കുന്ന ആളുടെ വലതുഭാഗം ചേർന്നുകൊണ്ട് കഥ പറഞ്ഞുകൊണ്ട്, മുഖം കാണാവുന്ന രീതിയിൽ കഥ പറഞ്ഞുകൊണ്ടും ഓൺ ചെയ്തുകൊണ്ടുമാണ് ഇവർ യാത്ര ചെയ്യുക. ഒരു ബൈക്കോ കാറോ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും, ഫുട്പാത്തിലേക്ക് കയറിയിട്ട് യാത്ര ചെയ്യല്ല ചെയ്യും, നേരെ റോഡിൻ്റെ സെൻറ്ററിലേക്ക് വരിക. ആ സമയത്ത് ബാക്കിൽ വരുന്ന ഇടതുഭാഗം ചേർന്ന് വരുന്ന വാഹനക്കാരൻ എന്ത് ചെയ്യും, മറ്റേ റോഡിൻ്റെ ഇവരെ തട്ടാതിരിക്കാൻ വേണ്ടി മറ്റേ റോഡിൻ്റെ, അതായത് നമ്മുടെ പാതി കഴിഞ്ഞ് റോങ് സൈഡിലേക്ക് വണ്ടി എടുത്താലേ അയാൾക്ക് യാത്ര ചെയ്യാൻ കഴിയുള്ളൂ. ഈ ഡിമ്മും അടിക്കാതെയോ അതുപോലെ തന്നെ ഈ ഉറക്കമൊക്കെ വളച്ച് വരുന്ന ഈ വണ്ടികൾ എന്ത് ചെയ്യും, ഒരല്പ ശ്രദ്ധക്കുറവിൽ എന്ത് സംഭവിക്കുന്നു, ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. അതുപോലെ മഴക്കാലത്ത് നടക്കുന്ന ആളുകൾ റോഡിൻ്റെ ഇടതുഭാഗത്ത് നടക്കുമ്പോൾ, ഇടതുഭാഗത്ത് കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ആ വെള്ളത്തെ മറികടക്കാൻ വേണ്ടി കൃത്യമായി റൗണ്ട് അടിച്ചിട്ട് മധ്യഭാഗത്താണെങ്കിൽ കാലിൽ വെള്ളം ആവാതിരിക്കാൻ വേണ്ടി മധ്യഭാഗത്തൂടെ കയറി എന്ത് ചെയ്യും, അപ്പുറത്തെ ഭാഗത്തേക്ക് ഓടുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ റോഡ് സുരക്ഷയ്ക്കാണ്. നമ്മുടെ നിയമസംവിധിയിൽ എന്ത് ചെയ്യണം, ചെറിയൊരു തിരുത്തൽ വരുത്തണം. ഇടതുഭാഗം ചേർന്ന് നടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കാൽനട യാത്രക്കാർ, ഫുട്പാത്തിൽ കയറാതെ നടക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെ കൃത്യമായി നിയമത്തിൽ എന്താക്കണം, വാഹനത്തിന് മാത്രമല്ല, വാഹനം തട്ടുന്ന കാരണത്തിന് മാത്രമല്ല നമ്മൾ നിയമം നടപ്പിൽ വരുത്തേണ്ടത്. നമ്മൾ നിയമത്തിൽ ഒരു ചെറിയ തിരുത്തി വരുത്തിയിട്ട് എന്ത് ചെയ്യണം, കാൽനട യാത്രക്കാർ ഇടത് ഭാഗം ചേർന്ന് നടക്കുന്നവർക്ക് ക്ലെയിം കൊടുക്കൂല, ഇൻഷൂർ കൊടുക്കൂല. വാഹനത്തിന് പറ്റിയിട്ടുള്ള അപകടത്തിൻ്റെ ഇൻഷൂർ കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം. ഇതെനിക്ക് മന്ത്രിയോടും അതുപോലെ തന്നെ നമ്മളെ ഗവൺമെൻറ്റിനോടും പറയാനുള്ള ഒരു ചെറിയൊരു അപേക്ഷയാണ്.